Good morning all of you. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസിനെ കുറിച്ചാണ്. അതായത് ദാരിദ്ര്യ നിവാരണ പരിപാടികളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാരിദ്ര്യ നിവാരണ പരിപാടികളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവയാണ് ഫസ്റ്റ് വൺ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്. ഫസ്റ്റ് വൺ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്. സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽ ദാന പദ്ധതികളും. ഫസ്റ്റ് വൺ സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽ ദാന പദ്ധതികളും. സെക്കൻഡ് വൺ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്. ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ. തേർഡ് വൺ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. അതായത് നമ്മുടെ ഇന്ത്യയിലെ ദാരിദ്ര്യ നിവാരണ പരിപാടികളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ദാരിദ്ര്യ നിവാരണ പരിപാടികളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്. സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽ ദാന പദ്ധതികളും. സെക്കൻഡ് വൺ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ. തേർഡ് വൺ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. അപ്പോൾ ദാരിദ്ര്യ നിവാരണ പദ്ധതികളെ മൂന്നായിട്ട് തരംതിരിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിലെ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ്. തൊഴിൽ ദാന പദ്ധതികളെയും സ്വയം തൊഴിൽ പദ്ധതികളെയും കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട സ്വയം തൊഴിൽ പദ്ധതികളെയും തൊഴിൽ ദാന പദ്ധതികളെയും കുറിച്ചിട്ടാണ്. അതായത് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിനെയും സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിനെയും കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിനെയും സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിനെയും കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് വൺ സ്വർണ്ണ ജയന്തി ഗ്രാമ സരോസ്കർ യോജന. SGSY എന്നാണ് അതിന്റെ ഷോർട്ടായിട്ട് പറയുക. സ്വർണ്ണ ജയന്തി ഗ്രാമ സരോസ്കർ യോജന SGSY. പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന PMRY പറയും. പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന. തേർഡ് വൺ റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം REGP. ഫോർത്ത് വൺ ജവഹർ റോസ്ഗാർ യോജന. ജവഹർ റോസ്ഗാർ യോജന JRY. ഫിഫ്ത് വൺ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം NREGP. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽ ദാന പദ്ധതികളുമാണ് ഇവ. ഇതിലെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള സ്വർണ്ണ ജയന്തി ഗ്രാമ സരോസ്കർ യോജന അല്ലെങ്കിൽ SGSY നെ കുറിച്ചിട്ട് നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. 1980 ഒക്ടോബർ 2 നിലവിൽ വന്ന IRDPയിൽ ചില മാറ്റങ്ങൾ വരുത്തി ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഗ്രാമ സരോസ്കർ യോജന. 1980 ഒക്ടോബർ 2 നിലവിൽ വന്ന IRDPയിൽ ചില മാറ്റങ്ങൾ വരുത്തി രൂപീകരിച്ച പുതിയ പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഗ്രാമ സരോസ്കർ യോജന. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന പരിപാടിയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന പരിപാടിയാണിത്. ഈ പരിപാടി അനുസരിച്ച് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സഹായം നൽകും. ഈ പരിപാടി അനുസരിച്ച് സ്വർണ്ണ ജയന്തി ഗ്രാമ സരോസ്കർ യോജന അനുസരിച്ചിട്ട് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സഹായം ലഭിക്കും. ഈ പരിപാടിയിൽ അഴിമതിയും ചോർച്ചയും കണ്ടെത്തിയതിനെ തുടർന്ന് ഈ പരിപാടിയിൽ വീണ്ടും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അഴിമതിയൊക്കെ ഈ പരിപാടിയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഈ പരിപാടിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ പരിപാടി പ്രകാരം ഈ പദ്ധതി പ്രകാരം സഹായം ആവശ്യമുള്ളവർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ തയ്യാറാക്കണം, അതായത് രൂപീകരിക്കണം. ഈ പദ്ധതിയിലെ സഹായം ആവശ്യമുള്ളവർ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കണം എന്നാണ് പറയുന്നത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് രൂപീകരിക്കണം. സഹായം ആവശ്യമുള്ളവർ എന്ത് ചെയ്യും? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കും. ആദ്യഘട്ടത്തിൽ ഈ ഗ്രൂപ്പുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ശേഖരിക്കണം. ആദ്യഘട്ടത്തിൽ ഈ ഗ്രൂപ്പുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ പണം ഗ്രൂപ്പിൽ നിന്ന് തന്നെ കണ്ടെത്തണം.
ഈ ഗ്രൂപ്പിലെ ഏറ്റവും അത്യാവശ്യമുള്ള പണത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ആളുകൾക്ക് ഗ്രൂപ്പിൽ കണ്ടെത്തിയ പണം ഗ്രൂപ്പിലെ അംഗങ്ങൾ നൽകുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ആവശ്യമുള്ള പണം ആദ്യഘട്ടത്തിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒക്കെ രൂപീകരിച്ചു. ഇനി ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യണം? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പണം കണ്ടെത്തുകയും പണം ശേഖരിക്കുകയും ഈ ഗ്രൂപ്പിലെ ഏറ്റവും അത്യാവശ്യമുള്ളവർക്ക് പണം നൽകുകയും ചെയ്യും. പിന്നീട് ബാങ്കുകൾ വഴി ഇവർക്ക് ധനസഹായം ലഭ്യമാകുമെന്നാണ് പറയുന്നത്. ഇനി അപ്പോൾ SGSY എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഇനി SGSY നിലവിൽ വന്നത് 1999 ഏപ്രിൽ 1-നാണ്. 1999 ഏപ്രിൽ 1-നാണ് SGSY നിലവിൽ വന്നത്. അപ്പൊ SGSY എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗർ യോജനയാണ്. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള പരിപാടിയാണ് സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗർ യോജന. IRDP എന്ന പദ്ധതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് രൂപീകരിച്ച പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗർ യോജന. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജനയെ കുറിച്ചിട്ടാണ്. PMRY ഷോർട്ടായിട്ട് പറയും. പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന. എന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതരെ ഉദ്ദേശിച്ചിട്ടുള്ള പരിപാടിയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന. അഭ്യസ്ത വിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതരെ ഉദ്ദേശിച്ചുള്ള പരിപാടിയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന. കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതർക്ക് ഗവൺമെന്റ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായിക്കുന്നു. അതായത് കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ഗവൺമെന്റ് ധനസഹായം നൽകുന്ന ഒരു പരിപാടിയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന. അപ്പോ എന്താണ് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന പരിപാടിയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. അതായത് കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന പരിപാടിയാണ് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം അഥവാ REGP കുറിച്ചിട്ടാണ്. അതായത് ഗ്രാമീണ തൊഴിലുൽപാദന പരിപാടി എന്നാണ് REGP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാമീണ തൊഴിലുൽപാദന പരിപാടിയാണ് REGP അഥവാ റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. എന്താണ് റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ REGP എന്ന് നമുക്ക് നോക്കാം. ഗ്രാമപ്രദേശങ്ങളിലും ചെറുകിട പട്ടണങ്ങളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പരിപാടിയാണ് റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം അഥവാ ഗ്രാമീണ തൊഴിലുൽപാദന പരിപാടി. ഗ്രാമപ്രദേശങ്ങളിലും ചെറുപട്ടണങ്ങളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പരിപാടിയാണ് ഗ്രാമീണ തൊഴിലുൽപാദന പരിപാടി അഥവാ REGP. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ മുഖേനയാണ് ഇത് നടപ്പാക്കിയിരുന്നത്. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ മുഖേനയാണ് ഇത് നടപ്പാക്കിയിരുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ കുറഞ്ഞ വരുമാനക്കാരായ കുടുംബാംഗങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും സഹായം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ തുടങ്ങുന്നതിനും അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാനും സഹായം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾക്ക് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് ബാങ്കുകളിൽ നിന്ന് ലോണുകൾ അനുവദിക്കാറുണ്ട്. അപ്പോൾ ഗ്രാമീണ തൊഴിലുൽപാദന പരിപാടി പ്രകാരം തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് ചെറുകിട സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടി ബാങ്കുകളിൽ നിന്ന് ലോണുകൾ അനുവദിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രാമീണ തൊഴിലുൽപാദന പരിപാടിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് നടപ്പാക്കിയിരുന്നത് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ മുഖേനയാണ്. അതായത് ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ചെറുപട്ടണങ്ങളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പരിപാടിയാണ് REGP. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജവഹർ റോസ്ഗാർ യോജനയെ കുറിച്ചാണ്. എന്താണ് ജവഹർ റോസ്ഗാർ യോജന എന്ന് നോക്കാം. ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിൽ രഹിതർക്ക് തൊഴിൽ നൽകുന്ന പരിപാടിയാണ്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പരിപാടിയാണ് ജവഹർ റോസ്ഗാർ യോജന. അപ്പൊ എന്താണ് ജവഹർ റോസ്ഗാർ യോജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലൊന്നുമില്ലാത്ത ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന പരിപാടിയാണ് ജവഹർ റോസ്ഗാർ
യോജന. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചിട്ടാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പരിപാടിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NREGP എന്നാണ് അത് ഷോർട്ടായിട്ട് പറയാം. എന്താണ്? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അഥവാ NREGP നമുക്ക് നോക്കാം. ഇന്ത്യൻ പാർലമെന്റ് 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതായത് ഇന്ത്യൻ പാർലമെന്റ് 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയതാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതി പ്രകാരം തൊഴിലെടുക്കാൻ സന്നദ്ധനായ ആർക്കും തൊഴിൽ നൽകുന്നു എന്നാണ് പറയുന്നത്. ഈ പദ്ധതി പ്രകാരം തൊഴിലെടുക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് തൊഴിൽ നൽകുന്നു. വർഷത്തിൽ 100 ദിവസത്തെ തൊഴിലാണ് നൽകുന്നത്. വർഷത്തിൽ ഈ പദ്ധതി പ്രകാരം 100 ദിവസത്തെ തൊഴിൽ നൽകുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തും നിലനിൽക്കുന്ന മിനിമം വേതനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി പ്രകാരം വേതനം നൽകുന്നത്. ഈ പദ്ധതി പ്രകാരം ഓരോ സംസ്ഥാനത്തിനകത്തും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള മിനിമം വേതനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികൾക്ക് വേതനം നൽകുന്നത്. പദ്ധതി ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പദ്ധതി ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. MGNREGP എന്ന പേരിലാണ് ഇപ്പോൾ ഈ പദ്ധതി അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട സ്വയം തൊഴിൽ പദ്ധതികളെയും തൊഴിൽദാന പദ്ധതികളെയും കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഭക്ഷ്യസുരക്ഷാ പദ്ധതികളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഭക്ഷ്യസുരക്ഷാ പരിപാടികളെ കുറിച്ചിട്ടാണ്. ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സമ്പ്രദായം. സെക്കൻഡ് വൺ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ICDS എന്ന് പറയാം ഷോർട്ടായിട്ട്. സംയോജിത ശിശു വികസന പരിപാടി. തേർഡ് വൺ മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾ, അതായത് സ്കൂളുകളിൽ ഉച്ചഭക്ഷണം. അടുത്തതായിട്ട് അന്നപൂർണ സ്കീം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ പൊതുവിതരണ സമ്പ്രദായം എന്താണെന്ന് നോക്കാം. പൊതുവിതരണ സമ്പ്രദായം വഴി ഭക്ഷ്യധാന്യങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് നൽകുന്നു. അതായത് ഫസ്റ്റ് ഫുഡ് സെക്യൂരിറ്റി ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ അല്ലെങ്കിൽ പൊതുവിതരണ സമ്പ്രദായം വഴി കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നു. അതായത് റേഷൻ ഷോപ്പുകളിലൂടെയൊക്കെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, ICDS. എന്താണ് ICDS അല്ലെങ്കിൽ സംയോജിത ശിശു വികസന പരിപാടി എന്ന് നോക്കാം. ഈ പദ്ധതി പ്രകാരം അമ്മമാർക്കും 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. സംയോജിത ശിശു വികസന പരിപാടി പ്രകാരം അമ്മമാർക്കും 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഭക്ഷ്യധാന്യ സഹായം നൽകുന്നു എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾ, സ്കൂളുകളിൽ ഉച്ചഭക്ഷണം പാകം ചെയ്ത് സൗജന്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ നൽകുന്നു. അതായത് മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചഭക്ഷണമൊക്കെ പാകം ചെയ്ത് സൗജന്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. ഇനി അടുത്തതായിട്ട് അന്നപൂർണ സ്കീം. അടുത്തതായിട്ട് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് അന്നപൂർണ സ്കീം. അതായത് വാർദ്ധക്യ പെൻഷൻ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാരുള്ള കുടുംബത്തിൽ 10 കിലോഗ്രാം ഭക്ഷ്യധാന്യം ഈ പദ്ധതി പ്രകാരം നൽകി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അന്നപൂർണ സ്കീം അനുസരിച്ചിട്ട് വാർദ്ധക്യ പെൻഷൻ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാരുള്ള കുടുംബത്തിന് 10 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ നൽകി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഭക്ഷ്യസുരക്ഷാ പദ്ധതികളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ കുറിച്ചിട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ കുറിച്ചിട്ടാണ്, സാമൂഹ്യ സുരക്ഷാ പരിപാടികളെ കുറിച്ചാണ്.
അതിൽ ഫസ്റ്റ് വൺ ആം ആദ്മി ഭീമ യോജന. എന്താണ് ആം ആദ്മി ഭീമ യോജന എന്ന് നോക്കാം. അനൗപചാരിക മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പരിപാടിയാണ് ആം ആദ്മി ഭീമ യോജന. അനൗപചാരിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പരിപാടിയാണ് ആം ആദ്മി ഭീമ യോജന. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം എന്ന് നോക്കാം. ഈ പദ്ധതി പ്രകാരം 65 വയസ്സിന് മുകളിലുള്ള BPL കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് പ്രതിമാസം 500 രൂപ നൽകി വരുന്നു എന്നാണ് പറയുന്നത്. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് 65 വയസ്സിൽ കൂടുതലുള്ള അംഗങ്ങൾക്ക് പ്രതിമാസം 500 രൂപ നൽകി വരുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം അനുസരിച്ച് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 65 വയസ്സിന് മുകളിലുള്ള BPL കുടുംബങ്ങളിൽപ്പെട്ട വ്യക്തികൾക്ക് പ്രതിമാസം 500 രൂപ നൽകി വരുന്ന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജനയെ കുറിച്ചിട്ടാണ്. എന്താണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന എന്ന് നോക്കാം. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം BPL കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകി വരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടൽ പെൻഷൻ യോജനയെ കുറിച്ചാണ്. എന്താണ് അടൽ പെൻഷൻ യോജന എന്ന് നോക്കാം. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. ഇപ്പോൾ നമ്മൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോവർട്ടി അലിഗേഷൻ പ്രോഗ്രാമിന്റെ ഡെഫിഷ്യൻസീസിനെ കുറിച്ചിട്ടാണ്, പോരായ്മകളെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിഷ്യൻസീസ് ഓഫ് പോവർട്ടി അലിഗേഷൻ പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ്, ദാരിദ്ര്യ നിവാരണ പരിപാടികളുടെ പോരായ്മകളെ കുറിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് റിസോഴ്സസ് അലോക്കേറ്റഡ് ഫോർ വേരിയസ് പ്രോഗ്രാംസ് ആർ നോട്ട് സഫിഷ്യന്റ്. അതായത് പരിപാടിക്ക് അനുവദിച്ചിരുന്ന ഫണ്ട് തീർത്തും അപര്യാപ്തമായിരുന്നു എന്നായിരുന്നു. പരിപാടിക്ക് അനുവദിച്ചിരുന്ന ഫണ്ട് തികയുന്നതായിരുന്നില്ല എന്നാണ് പറയുന്നത്. ദാരിദ്ര്യത്തിന്റെ വലിപ്പം നോക്കുമ്പോൾ ദാരിദ്ര്യ നിവാരണ പരിപാടികൾക്ക് വേണ്ടി അനുവദിച്ച ഫണ്ട് വളരെ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തതായി ദി ഇംപ്ലിമെന്റിംഗ് ഏജൻസീസ് ആർ ഇൻഎഫിഷ്യന്റ്. അതായത് ദാരിദ്ര്യ നിവാരണ പരിപാടികളെല്ലാം നടത്തിയിരുന്ന ഏജൻസികൾ കാര്യക്ഷമത ഇല്ലാത്തവരായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇംപ്ലിമെന്റിംഗ് ഏജൻസീസ് ആർ ഇൻഎഫിഷ്യന്റ്. അതായത് ദാരിദ്ര്യ നിവാരണ പരിപാടികൾ നടത്തിയിരുന്ന ഏജൻസികൾ കാര്യക്ഷമത ഇല്ലാത്തവരായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി തേർഡ് വൺ ബെനിഫിറ്റ്സ് ഓഫ് സം പ്രോഗ്രാംസ് ഹാവ് ബീൻ അപ്രോപ്രിയേറ്റഡ് ബൈ ദി നോൺ പുവർ. ദാരിദ്ര്യ നിവാരണ പരിപാടിയുടെ നേട്ടങ്ങളെല്ലാം അനർഹരുടെ കൈകളിലാണ് എത്തിയത്. അതായത് ദരിദ്ര വിഭാഗങ്ങൾക്കല്ല കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടായത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു.